നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിമ്മന്മാർ ട്രിപ്പിന് പോയപ്പോൾ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാം ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് നമ്മൾ ഇടുക്കിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട മൺട്രോത്തുരുത്ത് എസ് വളവ് വരെ എത്തിയ കാര്യങ്ങളാണ്. അവിടെ നിന്ന് നമ്മൾ തുരുത്തിലൂടെ യാത്ര ചെയ്യാനായി 2 വള്ളങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘം അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വള്ളം യാത്ര പോകാൻ റെഡിയായി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന ഉടനെ ഒന്നും നോക്കിയില്ല, ഞാൻ എൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുത്തു. കൂട്ടത്തിൽ ബാക്കിയുള്ളവരെയും കൂടെ ചേർത്ത് കേട്ടോ, അല്ലെങ്കിൽ അവർ വിചാരിക്കത്തില്ല ഞാൻ എൻ്റെ വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരിക്കുവന്ന്. ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വള്ളങ്ങൾ. ജാക്കറ്റൊക്കെ ഇട്ട് 2 പേരെ കാണുന്നില്ലേ, ഇവർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വന്നവരാ കേട്ടോ. അവരോട് ഞങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന്. അവർ പറഞ്ഞത് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ്. കൂടുതലൊന്നും ചോദിച്ചില്ല, കാരണം നമ്മൾ കാണാൻ പോകുന്നതാണല്ലോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട എന്നാണല്ലോ. വള്ളക്കാരൻ നമുക്ക് പോകാനുള്ള വള്ളം നമ്മുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം വ്ളോഗിൻ്റെ അകത്ത് വരും. ഇതാണ് കേട്ടോ നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും. പുറകിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്നല്ല, ഇപ്പം ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളായി മാറി. വള്ളത്തിൽ ഞങ്ങൾ കയറുമ്പോഴത്തേക്കും വള്ളം കിടന്ന് ഉലയുന്നുണ്ടായിരുന്നേ. അതാണ് എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു പേടി. പിന്നെ വള്ളക്കാരൻ ഞങ്ങളോട് പറഞ്ഞു തന്നു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അധികം ആഴമില്ലാത്ത പ്രദേശത്തു കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന്. പിന്നെ കഥാനായകൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നീന്തൽ അറിയാം, അതുകൊണ്ട് ആരും പേടിക്കണ്ടെന്ന്. പുള്ളിക്കാരൻ പിന്നെ പ്രൊഫഷണലായിട്ട് നീന്തൽ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കും ചെറുതായിട്ട് നീന്തലൊക്കെ അറിയാം കേട്ടോ, പക്ഷെ ഞാൻ ഇത്തരത്തിലുള്ള കായലുകളിലൊന്നും നീന്തിയിട്ടില്ല. സ്വിമ്മിംഗ് പൂളിലും നമ്മുടെ അടുത്തുള്ള ആറ്റിലുമൊക്കെയാണ് ഞാൻ നീന്തിയിട്ടുള്ളത്. എൻ്റെ ആ അറിവ് ആവശ്യ സമയത്ത് ഉപകരിക്കുമെന്നാണ് എൻ്റെ വിചാരം. പിന്നെ സേഫ്റ്റി മെഷേഴ്സൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ട് എൻ്റെ ഒരു സെൽഫി വീണ്ടും ഞാൻ അങ്ങ് പാസ്സാക്കി കേട്ടോ. പുറകിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സാരഥി. ഒരു 1-2 മണിക്കൂറത്തേക്ക് പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാവും. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥലത്തെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും, വള്ളം ഓൾറെഡി ബുക്ക് ചെയ്യുകയും ചെയ്തല്ലോ എന്ന്. രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ വള്ളത്തെ കയറിയത്. നനയുവാണെങ്കിൽ നനയട്ടെ എന്ന് ഓർത്തു. എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. വള്ളത്തിൽ കയറിയ സമയത്ത് അത്യാവശ്യം നല്ല മൂടലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തരീക്ഷത്തിൻ്റെ ഭാവം മാറി. നല്ല രീതിയിൽ വെയിലടിക്കാൻ തുടങ്ങി. കായൽ തുരുത്തിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതൊരു ആശ്വാസമായിരുന്നു കേട്ടോ. നമ്മുടെ മുമ്പിൽ വേറൊരു വള്ളം കാണുന്നുണ്ടല്ലോ, അത് നമ്മുടെ ബാക്കിയുള്ള സഹയാത്രികരാണ് കേട്ടോ. നമ്മുടെ ആശങ്കയും പേടിയൊക്കെ ഈ ദൃശ്യഭംഗിക്ക് മുമ്പിൽ വഴിമാറുന്നതാണ് പിന്നീട് കണ്ടത്. മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുതായി പോകും, അത്രയ്ക്കാണ് ഇവിടുത്തെ ദൃശ്യഭംഗി. വള്ളമായതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ അത് ചെറുതായിട്ട് ഉലയുന്നുണ്ടായിരുന്നു. അപ്പോഴത് കുട്ടികൾക്ക് ഭയം ഉണ്ടാക്കി. പിന്നെ യാത്രയുടെ വലിയൊരു സമയം അവരെ ആശ്വസിപ്പിക്കേണ്ടതായിട്ട് വന്നു. സമയം എടുക്കുന്തോറും കുട്ടികൾക്ക് മനസ്സിലായി അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന്. കുട്ടികളുടെ ആശങ്ക കൂടി മാറിയതോടുകൂടി യാത്ര കൂടുതൽ സുന്ദരമായി. അവരുടെ പേടിയും വിഷമവും എല്ലാം കളിചിരികൾക്കും സന്തോഷത്തിനും വഴിമാറി. യാത്ര കൂടുതൽ മനോഹരമായിക്കൊണ്ടേയിരുന്നു. വെള്ളത്തിലൂടെയുള്ള യാത്ര, ചുറ്റും കണ്ടൽക്കാടുകൾ, ചിരിക്കാനും സല്ലപിക്കാനും ചുറ്റും സുഹൃത്തുക്കൾ, സ്ഥലത്തിൻ്റെ വിവരണം നൽകാൻ വള്ളക്കാരൻ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അടുത്തതെങ്ങോട്ടാണ് എന്നൊരു ആകാംക്ഷ. ഒരു യാത്രയെ മനോഹരമാക്കാൻ മറ്റെന്തു വേണം? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വിഷമതകൾ മറക്കാൻ ഈ യാത്രകൾ ഉപകരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ചെറുപാലങ്ങൾ ക്രോസ് ചെയ്താണ് പോകേണ്ടത്. ആ ഭാഗം എത്തുമ്പോഴേക്കും നമ്മൾ കുനിഞ്ഞു കൊടുക്കേണ്ടി വരും. അതിർത്തിയിലെത്തി. ആരും പേടിക്കണ്ട, ഓടിക്കോ. നമ്മൾ ആരുടെ മുമ്പിൽ തല കുനിക്കത്തില്ലെന്നാണ്, പഴയ ജിംനാസിയാണ്. വീതി കുറഞ്ഞ സ്ഥലങ്ങൾ പിന്നിട്ട് കുറച്ചുകൂടി വീതിയുള്ള സ്ഥലത്തിലേക്ക് യാത്ര എത്തി. അപ്പോഴേ 2 വള്ളങ്ങളും ഒരുമിച്ചൊരു ഫ്രെയിമിൽ കാണാൻ പറ്റും. മറ്റുള്ള വീഡിയോകളെ അപേക്ഷിച്ച് ഈ വീഡിയോ ലൈവായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ പരിചയക്കുറവും സാങ്കേതികതയിലുള്ള അറിവില്ലായ്മയും അതിനൊരു വിഘാതമായി.
വീഡിയോ ലൈവായി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വോയിസിൻ്റെ ശബ്ദം കുറവായിരുന്നു. അത് നമുക്കൊരു പ്രശ്നമായി മാറി. ഓരോ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ വീഡിയോ ചിത്രീകരിക്കുന്ന ആളുകൾ എത്ര ശ്രമപ്പെട്ടാണ് ഈ ദൃശ്യങ്ങളും അതിൻ്റെ ശബ്ദവും നമുക്ക് എത്തിച്ചു തരുന്നത് എന്ന്. മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വോയിസ് ഓവർ തന്നെ ശരണം. പിന്നെ ഞാൻ ശബ്ദം കൊടുക്കുന്നതും ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. യാത്ര മുമ്പോട്ട് പോകുന്തോറും ദൃശ്യങ്ങളുടെ ഭംഗി കൂടിക്കൂടി വന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും ഇതുപോലത്തെ ഒരു യാത്ര ജീവിതത്തിലൊന്നെങ്കിലും നടത്തേണ്ടതാണെന്നേ ഞാൻ പറയൂ. ഇത് ഒട്ടും അതിശയോക്തിയല്ല, ഇതാണ് സത്യം. വോയിസ് ഓവറിൻ്റെ കൂടെ ലൈവ് വോയിസും കൂടി ഞാൻ ഇടയ്ക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബാക്കിയുള്ള സഹയാത്രികർ സഞ്ചരിക്കുന്ന വള്ളത്തിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ. 2 വള്ളത്തിലുള്ളവരും വള്ളക്കാരോട് പറയുന്നുണ്ടായിരുന്നു അവരെ ഓവർടേക്ക് ചെയ്യുക എന്ന്. യാത്രക്കിടയ്ക്ക് ആരോഗ്യകരമായ ഒരു മത്സരം, ഇതൊക്കെ ഒരു രസമല്ലേ? വിഷ്ണു എനിക്കും മമ്മൂട്ടിക്കും കൂളിംഗ് ഗ്ലാസ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ അങ്ങ് ഫിറ്റ് ചെയ്തു കേട്ടോ. എങ്ങനെയുണ്ട് ഗ്ലാസ് വെച്ചിട്ട്? അടിപൊളിയല്ലേ? ആരും പേടിക്കണ്ട. ഇപ്പോഴും നമ്മുടെ യാത്ര തീരെ വീതി കുറഞ്ഞൊരു കനാലിലൂടെ ആയി കേട്ടോ. 2 ഭാഗത്തും കണ്ടൽക്കാടുകളുണ്ട്. ചിലയിടങ്ങളിൽ തെങ്ങും തോപ്പുകളും കാണാം. ജിമ്മിലുള്ള ചില ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഞങ്ങളുടെ യാത്ര പൊളിഞ്ഞെന്ന്. അവർ പറയുന്നത് ഞങ്ങൾ കായൽക്കരയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വള്ളത്തിൽ പോയി എന്ന് പറയുന്നുവെന്നാണ്. അവർക്കുള്ള മറുപടിയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ. അവരിൽ പലരും അടുത്ത യാത്രയ്ക്ക് തങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന റിക്വസ്റ്റുമായി ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെന്നാടാ? ബാബു ചേട്ടനാണ് കേട്ടോ നമ്മുടെ സാരഥി. ബ്ലാങ്കൂര് വരെ പോകുന്ന വണ്ടി അത്. ഇത് മറ്റേ നമുക്ക് ഇത് തുടങ്ങാം, പ്ലാന്റ് വീടിന്റെ മുകളിൽ തൂക്കിടാം. ആ ഉണ്ട്. തിമിംഗല അപ്പുറത്തുണ്ട്. എന്നാ വ്യൂ ആട്ടോ, അടിപൊളിയാ. കണ്ടെത്തി വെള്ളം എന്നെ അമ്മായിപ്പനാ പാടം കാണിച്ചത് ഈ 2.5 ഏക്കർ മോനുള്ളതെന്ന് അതൊരു ഫൈക്ക് വരെ. പിന്നെ തട്ടയ്ക്ക് 80 രൂപ. എല്ലാം ചെമ്മീൻ കേട്ടോ. അപ്പോൾ ബഡീസ, ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും ഒക്കെ ആണ് നമ്മുടെ ഇൻസ്പിറേഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണേ. അതിനനുസരിച്ചിട്ട് വീഡിയോയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. യൂട്യൂബിൽ കാണുന്നവർ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക്